തിരുവനന്തപുരം തിരുവല്ലത്തെ കസ്റ്റഡി മരണത്തിൽ 3 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ പ്രോസിക്യൂഷൻ അനുമതി ആവശ്യപ്പെട്ട സിബിഐ തിരുവല്ലം എസ്എച്ച്ഒ ആയിരുന്ന സുരേഷ് വി നായർ, എസ്ഐ വിപിൻ പ്രകാശ്, ഗ്രേഡ് എസ്ഐ സജീവ് കുമാർ എന്നിവരെയാണ് പ്രതിയേർത്തത്. 2022 ഫെബ്രുവരി 28-നാണ് ദമ്പതികളെ ആക്രമിച്ചതിന് തിരുവല്ലം പോലീസ് കസ്റ്റഡിയിലെടുത്ത സുരേഷ് മരിച്ചത്. വി വിനോദിന്റെ റിപ്പോർട്ട്. ഏറെ വിവാദമായ തിരുവല്ലം കസ്റ്റഡി മരണത്തിലാണ് തുടർ നടപടികളുമായി സിബിഐ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. 3 പോലീസ് ഉദ്യോഗസ്ഥരെ പ്രോസിക്യൂട്ട് ചെയ്യാനാണ് അനുമതി തേടിയിരിക്കുന്നത്. പ്രതികളായ മുൻ എസ്എച്ച്ഒ സുരേഷ് വി നായർ, എസ്ഐ ആയിരുന്ന ബിപിൻ, അതോടൊപ്പം തന്നെ ഗ്രേഡ് എസ്ഐ ആയിരുന്ന സജീവ്, ഈ 3 പേർക്കെതിരെയും നടപടി തുടരാനാണ് അനുമതി തേടിയിട്ടുള്ളത്. 2022 ഫെബ്രുവരി 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം. ജഡ്ജിക്കുന്നിലെത്തിയ ദമ്പതികളോട് മരിച്ച സുരേഷും ഒപ്പമുണ്ടായിരുന്ന മറ്റുള്ളവരും അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് 5 പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഹൃദ്രോഗിയായിരുന്നു സുരേഷ്. ഇവർ സദാചാര പോലീസ് ചമഞ്ഞു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. തുടർന്ന് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ശേഷം 3ാം മുറ പ്രയോഗിച്ചു എന്നതാണ് മൊഴിയായി പുറത്തു വന്നിട്ടുള്ളത്. സാക്ഷിമൊഴികളുണ്ട്. സുരേഷിനെ ജാമ്യത്തിലിറക്കാൻ ഭാര്യയും സഹോദരനും അവിടേക്ക് എത്തുമ്പോൾ ക്രൂരമായ മർദ്ദനം സുരേഷിന് ഏറ്റിരുന്നു. സുരേഷിൻ്റെ നിലവിളി കേട്ടതായി ഇവർ പിന്നീട് മൊഴി നൽകുകയും ചെയ്തിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ആളുകളും ആ തരത്തിൽ തന്നെയാണ് മൊഴി നൽകിയിരുന്നത്. 100 പ്രാവശ്യം പുഷപ്പ് എടുപ്പിക്കുകയും സിറ്റപ്പ് ചെയ്യിക്കുകയും സ്റ്റേഷനുള്ളിൽ തവളച്ചാട്ടം ചെയ്യിക്കുകയും ചെയ്തു. പിന്നീട് CI മുഖത്തടിച്ചു. മറ്റ് പോലീസുകാരും മർദ്ദിച്ചു. അവശനായ സുരേഷിനെ പോലീസ് വാഹനത്തിൽ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മറ്റ് ആരോഗ്യ പ്രശ്നമുള്ളതുകൊണ്ട് മരിച്ചു എന്നാണ് പോലീസുകാർ പറഞ്ഞതെങ്കിലും വിശദമായ മൊഴിയുടെയും പിന്നീടുള്ള രേഖകളുടെയും അടിസ്ഥാനത്തിലാണ് വകുപ്പ് തല നടപടി ഉണ്ടായത്. അന്ന് 3 പോലീസുകാരെ സസ്പെൻഡ് ചെയ്തിരുന്നു. CA ഒഴിവാക്കി വൈശാഖ് എന്ന ഒരു പോലീസുകാരനെയാണ് സസ്പെൻഡ് ചെയ്തത്. ഇപ്പോൾ CBI നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ വൈശാഖിനെ ഒഴിവാക്കിയാണ് ഈ നടപടികൾ തുടരുന്നത്. വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം.